നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജീവ് ബലിദാന ദിനം ആചരിച്ചു. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നടുവിൽക്കര മിഡ്ലാൻഡ് അസോസിയേഷന് സ്വന്തമായി കെട്ടിടമായി. വിശദമായ വാർത്തകളിലേക്ക്. രാജീവ് ബലിദാന ദിനം ആചരിച്ചു. BJP വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ തറവാടൽ വീട്ടിൽ വെച്ചുമാണ് ദിനാചരണം നടത്തിയത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണലൂർ മണ്ഡലം പ്രസിഡന്റ് ധനീഷ് KS, OBC മോർച്ച തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, BJP മണലൂർ മണ്ഡലം ട്രഷറർ ദിവിൻ ദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ, ഷാലി സുധീർ, ശ്രുതി അജിത്, BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ് IK, BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ IK, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ ദാസ്, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ലീന കടവിൽ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് റീന സുനിൽകുമാർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അരുൺ കുമാർ PS, BJP പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികളായ വിശ്വനാഥൻ KV, ഹിബിൻ ചാളിപ്പാട്ട്, സുരേഷ് KK എന്നിവർ സംസാരിച്ചു. 5 പതിറ്റാണ്ടുകളായി കലാസാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നടുവിൽക്കര മിഡ്ലാൻഡ് അസോസിയേഷന് സ്വന്തമായി കെട്ടിടമായി. നടുവിൽക്കര ജുമാ മസ്ജിദിന് കിഴക്ക് പുഴയോര റോഡിനടുത്ത് പഞ്ചായത്ത് മൈതാനത്തിന് സമീപമാണ് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് പുതിയ ക്ലബ്ബ് കെട്ടിടം നിർമ്മിച്ചത്. സിനിമാ താരം മീനാക്ഷി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ നിൽക്കുന്നത് അപ്പം അത്ര പ്രിയപ്പെട്ട ആൾക്കാരായിട്ടൊന്നും നമുക്ക് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ കുറച്ച് പേരിങ്ങനെ നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ ഇഷ്ടപ്പെടുന്നതും മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ എന്നെ മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എത്രയൊക്കെ പ്രോഗ്രാമുകൾക്ക് പോയാലും എത്ര സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാലും ഒന്നും ഇന്നിവിടെ വന്നത് ഞാൻ മറക്കില്ല. അത് വെറുതെ പറയുന്നതല്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളത് നമുക്ക് വലിയൊരു ധൈര്യമാണ്. ഇപ്പം ചേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഗുരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നപ്പോഴും പറഞ്ഞു, എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, മീനാക്ഷിയുടെ സെലിബ്രിറ്റി ഇമേജ് കൊണ്ടല്ല ഞങ്ങൾ വിളിച്ചത്, മീനാക്ഷിയുടെ നിലപാടുകൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അതിൽ പരമൊന്നും എനിക്ക് വേണ്ട. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ സിനിമകൾ ചെയ്ത് അതിലൂടെ എനിക്ക് കിട്ടിയ സെലിബ്രിറ്റി ഇമേജുകളെ കഴിഞ്ഞും എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ വീട്ടിലെ പോലുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ക്ലബിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു ക്ലബ്ബ്, മിഡ്ലാൻഡ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇവിടെ ഒരു ഓഫീസ് പണിതു. അത് നിങ്ങൾ ഇത്രയും ഒരു ഉത്സവം പോലെ ഞങ്ങളുടെ അവിടെയൊക്കെ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന ഇങ്ങനെ, ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രാമമാണ്, അവിടുത്തെ പള്ളിപ്പെരുന്നാൾ ഇങ്ങനെ നടക്കാറ്. അപ്പം നിങ്ങൾ അത് ഇത്രയും ഒരു ഉത്സവമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം, ഇതിൽ നിൽക്കുന്ന ഈ ക്ലബ്ബിലുള്ള ഓരോ ആൾക്കാരും എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് ഇതിൽ നിൽക്കുന്നത്, ഇതിൽ നിലകൊള്ളുന്നത്, നിങ്ങൾ എത്രമാത്രം നല്ല കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത്. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് VS ജയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PR സുശീൽ, MS സുജിത്, ഓൾ ഇന്ത്യ പീപ്പിൾസ് തിയേറ്റർ ഓർഗനൈസേഷൻ അംഗം അഡ്വക്കേറ്റ് VD പ്രേം പ്രസാദ്, ക്ലബ്ബ് സെക്രട്ടറി VP ഗുരുദത്ത്, ട്രഷറർ VS ധീരജ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബാൻഡ് വാദ്യത്തോടെയും കാവടിയാട്ടത്തോടെയും വിളംബര ഘോഷയാത്രയും സിനിമാ പിന്നണി ഗായകൻ അതുൽ നറുകര നയിച്ച മ്യൂസിക് ഇവന്റും സംഘടിപ്പിച്ചിരുന്നു. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ CB സുനിൽകുമാർ, സെക്രട്ടറി AB ബിജു, വൈസ് പ്രസിഡന്റ് ഷീല സോമൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത ഡയറക്ടർ CB സുനിൽകുമാർ, ബാങ്ക് ജീവനക്കാരായ നീലേഷ്, ജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഞാനിത് തുറന്നു പറയാൻ കാരണം, വായ്പയുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും ഇവിടെ മറ്റു ബാങ്കുകളിൽ നിന്ന് ലഭിക്കാത്ത വായ്പ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പലിശക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും. നൂലാമാലകൾ തീരെയില്ല. കൃത്യമായ രീതിയിൽ
അതിനുവേണ്ട പേപ്പറുകൾ ഇവിടെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ചെറുതും വലുതുമായ വായ്പകൾ നമ്മൾ നൽകുന്നുണ്ട്. വ്യക്തിഗത വായ്പകളുണ്ട്, കാർഷിക വായ്പകളുണ്ട്, വാഹനം വാങ്ങുന്നതിനുള്ള വായ്പയുണ്ട്, പിന്നെ ഭൂസ്വത്ത് അല്ലെങ്കിൽ കെട്ടിടം പണയപ്പെടുത്തി നൽകുന്ന വായ്പയുമുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ വായ്പ എടുത്തു പോയ ആളുകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ വായ്പ എടുത്തു പോയ ആളുകൾ കുടിശ്ശിക വരുത്തിയാൽ അത് സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ചെലവുകളൊക്കെ ഉണ്ടല്ലോ. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് രക്തസാക്ഷി IK ധനീഷിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി KS ബാബു, മുൻ ലോക്കൽ സെക്രട്ടറി KB സുരേഷ്, DYFI ഏങ്ങണ്ടിയൂർ മേഖലാ സെക്രട്ടറി NS സംഗീത്, DYFI മേഖലാ പ്രസിഡന്റ് NS ഫാരിസ്, തൃത്തല്ലൂർ മേഖലാ ട്രഷററും വാടാനപ്പള്ളി 1-ാം വാർഡ് മെമ്പറുമായ PK സുധർമ്മൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഉത്സവ ദിവസം രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി, ശിവലി എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. വൈകിട്ട് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, തുടർന്ന് ചുറ്റുവിളക്ക്, നിറമാല എന്നിവ ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് നൃത്ത സംഗീതോത്സവത്തിന്റെ 5ാം ദിവസമായ ഞായറാഴ്ച രാവിലെ ഞെരുവശ്ശേരി വേദവിദ്യ സംഗീത സഭയുടെ പഞ്ചരത്ന കീർത്തന ആലാപനം നടന്നു. തുടർന്ന് ഡോക്ടർ സ്നേഹ രാമനാട്ടുകര, ആത്മിക അനുമോദ് എന്നിവരുടെ മോഹിനിയാട്ട കച്ചേരി അരങ്ങേറി. വിവിധ ഡാൻസ് അക്കാദമികളുടെ നൃത്താർച്ചന, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവയും അരങ്ങേറി. ഡിസംബർ 29 തിങ്കൾ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ആദരണ സന്ധ്യയിൽ പ്രശസ്ത വേദ ജ്യോതിഷ പണ്ഡിതനായ ബേള പത്മനാഭ ശർമ്മയെ ആചാര്യശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ദയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസിനെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുന്നു. തുടർന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന 17ഓളം സംഘടനകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകാൻ കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും വർഷം തോറും നൽകി വരാറുള്ള ധനസഹായ വിതരണവും നടക്കും. വൈകിട്ട് 7:30 പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ മേനോൻ എന്നിവർ നയിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് കാനാടിക്കാവ് മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടക്കും. परम पुरुष भव भंजन केशव, परम पुरुष भव भंजन के माधव पुकर्मीन लोचनी तरिता तकुंदरिते गुकुम तकुम तकुम दरिकिट तकुम तरिता तकुम दरिते गुकुम तकुम तकुम दये सादरौ श्री धर्मशास्त्रौ गावये പഞ്ചമം പാടും ഭൂതഗണങ്ങൾ പുളിവനം കേറും, വേട്ടയാടും ശങ്കരദേവൻ പാട്ടുയരും ദിക്കിലായി
കണ്ടുടനെ. തിരിച്ചുവരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29 തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്. ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8 തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടിക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടിക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഈ ക്രിസ്മസ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്താലോ? പ്രിയപ്പെട്ട
പഠിക്കുന്നവർക്ക് ലെറ്റർ എഴുതൽ മുതൽ ഷോപ്പിംഗ്, ഡൈനിങ്, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. ഈ വരുന്ന ഡിസംബർ 31 വരെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെയാണ്. നമ്മുടെ സ്വന്തം വൈമാൾ, ദ ജോയ്ഫുൾ വൈമസ്. മനസ്സ് തുറന്ന് പാടാൻ കരോൾ ഓപ്പൺ മൈക്കും സോൾഫുൾ ക്രിസ്മസ് സ്ക്വയറും, പിന്നെ ഡാൻസ് വിത്ത് സാന്റ, ഓർഗാമി വർക്ക്ഷോപ്പ്, ബാൻഡ് പെർഫോമൻസ്, ഫ്യൂഷൻ പെർഫോമൻസ്, കുട്ടി സാന്റ, കേക്ക് ബേക്കിംഗ്, ഡാൻസിംഗ് ഡോൾ, ബലൂൺ ആർട്ട്, ദ awaited വൈമാൾ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് ദ ന്യൂ ഇയർ DJ പാർട്ടി. സോ ഈ വെക്കേഷൻ ഇനി എവിടെ പോകുമെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ ദിവസവും ഓരോ എക്സൈറ്റിംഗ് ഈവന്റ്സുമായി വൈമാൾ ഈ ക്രിസ്മസ് അങ്ങ് എടുക്കുക. അപ്പൊ എങ്ങനെയാ ഈ ക്രിസ്മസ് ജോയ്ഫുൾ ആക്കില്ലേ വൈമാളിന്റെ ജോയ്ഫുൾ വൈമസിനൊപ്പം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് പ്രസിഡന്റ് KH കബീർ അധ്യക്ഷത വഹിച്ചു. അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം കൈവരിച്ച ബാങ്ക് സഹകാരികളുടെ മക്കളെ ആദരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ലാൽ, ഡയറക്ടർമാരായ KB ഷംസുദ്ദീൻ, സജിത്രൻ തയ്യിൽ, ബിജു നെടിയിരിപ്പിൽ, നിധിൽ കുമാർ ചുള്ളിയിൽ, അമ്പിളി പട്ടാലി, പ്രവീൺ പൊയ്യാറ, ഉജിത ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി, സോമശേഖരൻ, രേഷ്മ സുദേവ്, ബാങ്ക് സെക്രട്ടറി ചാർജ് വഹിക്കുന്ന KS അനിൽകുമാർ, ബാങ്ക് ജീവനക്കാരായ NS ഉദയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല ഈ ഇന്നത്തെ അവാർഡ് വാങ്ങാനെത്തിയ, വിദ്യാഭ്യാസ അവാർഡ് വാങ്ങാനെത്തിയ എല്ലാ കുട്ടികൾക്കും പ്രത്യേകം എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. വേറൊന്നും പറയാനില്ല, കാരണം ഇതുമായിട്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ദേശപറയെടുപ്പിന് തുടക്കമായി. പൊറ്റയിൽ ആലിന് സമീപത്തു നിന്നും പ്രഥമ പറ നിറച്ച് ദേശപറയെടുപ്പിന് തുടക്കം കുറിച്ചു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട്, MD താജൻ, സുനിൽ കൊച്ചത്ത്, TG രഞ്ജിത്ത്, CS അജീഷ്, TM ബിജു, ഗംഗാ സുദർശ്, VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ നേതൃത്വം നൽകി.
കാലാച്ചേറ്റുവ മണപ്പുറം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബീച്ച് ഫെസ്റ്റിന്റെ 4ാം ദിവസമായ ശനിയാഴ്ച രാത്രിയിൽ കളരിപ്പയറ്റ്, കരാത്തെ അഭ്യാസം, ഒപ്പന, കൈകൊട്ടിക്കളി എന്നിവ നടന്നു. നിരവധി പേരാണ് ആസ്വദിക്കുവാനായി കഴിമ്പ്രം ബീച്ചിൽ എത്തിയത്. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, വാർഡ് മെമ്പർ PS ഷജിത്, PS നിമോദ്, NK ഭീതിഹരൻ, ബ്ലോക്ക് മെമ്പർ താരാബാബു എന്നിവർ നേതൃത്വം നൽകി. പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരുന്ന കാരമുക്ക് ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. ശനിയാഴ്ച രാവിലെ പൂതൃക്കോവ് ക്ഷേത്ര മേൽശാന്തി ഗരുഡത്ത് മന ബിനു വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് പന്തലിൽ പൂജ, കാൽനാട്ടുകർമ്മം എന്നിവയുണ്ടായി. വൈകിട്ട് അമ്പലം കയ്യേൽക്കൽ, ഭജന, തുടർന്ന് കാരമുക്ക്, പച്ചാമ്പിള്ളി, മേൽതൃക്കോവിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാവടിച്ചിന്ത്, ശാസ്താംപാട്ട്, താലം എന്നിവയുടെ അകമ്പടിയോടുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ എന്നിവർ നേതൃത്വം നൽകി.
ജനുവരി 1 മുതൽ 4 വരെ നടത്തുന്ന തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ ഇത്തിക്കാട്ടുകാളി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം ശാന്തി മനീഷ് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ ശ്രീ കക്കാട് ദേവദാസൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ശുദ്ധി കലശം എന്നിവ നടത്തും. രാത്രി 7-ന് തൃത്തല്ലൂർ ശ്രീ ദുർഗ, പൊക്കാഞ്ചേരി, നാട്യവേദി എന്നീ ടീമുകൾ അവതരിപ്പിക്കുന്ന വിവിധ നൃത്തങ്ങളുണ്ടായിരിക്കും. ജനുവരി 2-ന് വൈകിട്ട് 7 മണിക്ക് പെരിഞ്ഞനം, നക്ഷത്ര, ഏങ്ങണ്ടിയൂർ, ചിലങ്ക എന്നീ ടീമുകൾ അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. ജനുവരി 3-ന് രാവിലെ നട തുറക്കൽ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, പറ നിറയ്ക്കൽ, ശീവേലി, തുടർന്ന് പറയെടുപ്പ്, ഉച്ചപൂജ, അന്നദാനം എന്നിവ നടത്തും. വൈകിട്ട് 4 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെയുള്ള കൂട്ടി എഴുന്നള്ളിപ്പ്, തുടർന്ന് നാദസ്വരം, മരംകൊട്ടിപ്പാട്ട്, ശിങ്കാരിമേളം എന്നിവ ഉണ്ടായിരിക്കും. ജനുവരി 4-ന് രാവിലെ നട തുറക്കൽ, പറ നിറയ്ക്കൽ, ഉച്ചപൂജ എന്നിവ നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് വടക്കും വാതിൽക്കൽ കർമ്മം, തുടർന്ന് കരിങ്കാളി, മൂക്കൻ ചാത്തൻ വരവ്, വലിയ ഗുരുതി, നൃത്തം എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇതിൻ്റെ മുന്നോടിയായി ഇന്ന് ഡിസംബർ 28-ന് കൊടിയേറ്റം നടന്നു. അന്നേ ദിവസം 1-ാം തീയതി തന്ത്രി കക്കാട് ദേവദാസിൻ്റെ കാർമ്മികത്വത്തിൽ ശുദ്ധീകരണം നടത്തി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. തിറവെള്ളാട്ട് മഹോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ മഹാരൂപക്കളം തൊഴലിന് നിരവധി ഭക്തർ സാക്ഷ്യം വഹിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് പഞ്ചവാദ്യം, തായമ്പക, നാദസ്വരം, പ്രമാണി, ശിങ്കാരിമേളം, ഉദിമനം, കാളകളി, ഗൊറില്ല ആനിമൽ ഡാൻസ്, പൂജയുടെ ഗരുഡനോട്ടം, തീയാട്ടം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ ഗരുഡ സന്നിധിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് സമയത്ത് എളവള്ളി നടന നികേതനം നർത്തകികൾ അവതരിപ്പിച്ച തിരുമുമ്പിൽ നടനം ശ്രദ്ധേയമായി. ശേഷം ഞായറാഴ്ച രാവിലെ 400-ൽ പരം സംഗീത നൃത്ത കലാകാരന്മാർ പങ്കെടുത്ത 9 നാൾ നടന്ന 13ാമത് ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ സമാപനം സദ്ഗുരു ത്യാഗരാജ സ്വാമികളുടെ ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനത്തിലായിരുന്നു. മധു പരമേശ്വരൻ, ഡോക്ടർ പ്രഭാവതി തൃപ്പുണിത്തറ, മിനി ചോറ്റാനിക്കര, അജയ് കുമാർ, ലീനുമോൻ, ആര്യവൃന്ദ, നിരഞ്ജന, നന്ദകുമാർ അയ്യർ, അച്യുത് ദേവ ശർമ്മ, കെ ശ്രീകുമാർ, രഞ്ജിത് രാജ്, പുല്ലാങ്കുഴലിൽ ഏങ്ങണ്ടിയൂർ പ്രതാപൻ, വയലിനിൽ എരമല്ലൂർ ബിജു, കലാമണ്ഡലം ശ്രീരാജ്, മൃദംഗത്തിൽ ഡോക്ടർ പാലക്കാട് ജയകൃഷ്ണൻ, കോട്ടയം മനോജ് കുമാർ, ഗഞ്ചിറയിൽ ഇരിങ്ങാലക്കുട മുരളീധരൻ, ഘടത്തിൽ ആലുവ രാജേഷ്, മുഖർശങ്കിൽ തൃപ്പുണിത്തറ അയ്യപ്പൻ, ഇടയ്ക്കയിൽ തൃശൂർ കൃഷ്ണകുമാർ എന്നിവർ പക്കം വായിച്ചു. ശേഷം ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹാരൂപക്കളം എന്നിവ നടന്നു. വിഷ്ണുമായ സ്വാമിയുടെ പിറന്നാൾ സദ്യയുമുണ്ടായിരുന്നു. ദേവസ്ഥാനാധിപതിയും ക്ഷേത്രം തന്ത്രിയുമായ ഡോക്ടർ ഉണ്ണിസ്വാമി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി. ചലച്ചിത്ര സിനിമാ സംവിധായകനും സഹകരണ വകുപ്പ് സീനിയർ ഇൻസ്പെക്ടറുമായ സൈജു കണ്ണൻ നായ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് കരീം പോക്കാക്കിലത്ത്, സെക്രട്ടറി സുധിന KD, മെമ്പർമാരായ UR രാഗേഷ്, ഷാജു കാരയിൽ തെക്കൂട്ട്, അമ്പിളി പ്രവീൺ, ശരത് KH, റോഡക്സ് KL, വൈശാഖ് വേണുഗോപാൽ, രമേശ് പള്ളത്ത്, ഷൈജു പുരുഷോത്തമൻ, രേഖ പ്രദീപ്, അനഘ സുധാകരൻ, ഷബ്ന ബൈജു, ഹൃദ്യ ജിതേഷ്, ജിഷ ഷാഫിഖ്, വൈശാഖ് സുമേഷ് എന്നിവർ സംസാരിച്ചു. നട്ടലിങ്ങനെ ധരിച്ചു പോവുകയും ഞാൻ ഭയങ്കരമായ ദുരന്തത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഒരു ഭിന്നശേഷിക്കാരൻ നേരിടുന്ന വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനതിവിടെ പറഞ്ഞ എന്താണെങ്കിൽ, ഇവിടെ നമ്മൾ ഈ ജപ്തി ചെയ്യാനായിട്ട് വരുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സഹകരണ ബാങ്ക്, ഈ സഹകരണ സംഘം എന്തടിസ്ഥാനത്തിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞാല് 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയും കുത്തക മുതലാളിമാരുടെ ഇടയിൽപ്പെട്ട് അവരുടെ ജീവിതം താറുമാറായ സാഹചര്യത്തിൽ റോക്കഡിയൽ പൈനേറ്റ്സ് എന്ന് പറയുന്ന 1844 ഒരു സൊസൈറ്റി തുടങ്ങി. അപ്പോൾ റോബർട്ട് ഓവൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനാണ് ഈ സംഘം സ്ഥാപിച്ചത്. വോയ്സ് ഓഫ് കാരമുക്കും MM മെഡിക്കെയർ മണലൂരും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ നിഷാം ഹൃദയസ്തംഭനമുണ്ടാകുമ്പോഴും പാമ്പുകടിയേറ്റാലും അടിയന്തരമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെ സംബന്ധിച്ച് സംസാരിച്ചു. തൈറോയിഡ്, BP, ഷുഗർ എന്നീ സൗജന്യ പരിശോധനകളും ഉണ്ടായി. ക്ലബ്ബ് പ്രസിഡന്റ് രബീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കൃഷ്ണകുമാർ, ട്രഷറർ ജയപാലൻ എന്നിവർ പങ്കെടുത്തു. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിക്കാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ വന്നു നിൽക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചുറ്റുപാട് നമ്മൾ നിരീക്ഷിക്കാം. ഇപ്പൊ ഒരാൾ പെട്ടെന്ന് റോഡിലാണ് കുഴഞ്ഞു വീഴുന്നത്, നമ്മൾ ഓടിച്ചെന്നിട്ട് അതിന്റെ ഇടക്കാരം നിൽക്കരുത്. നമ്മൾ ശ്രദ്ധിക്കാം, വണ്ടികൾ വരുന്നത് നിർത്തുക, എന്നിട്ട് ആളെ പോയിട്ട് ആ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് നമ്മൾ ബാക്കി ആലോചിക്കേണ്ടത്. കാരണം ആദ്യം നമ്മൾ നമ്മുടെ ആളുടെ ചുറ്റുപാടും സുരക്ഷിതമാക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബോധം പോയ ആളായിരിക്കും കയറും, അപ്പം തട്ടി വിളിക്കുമ്പോൾ ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. എങ്ങനെ കൈ അനക്കുന്നു കാലനക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. കൈ വെച്ച് നോക്കാം, പൾസ് നോക്കാം. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായുടെ 3ാം ദിവസമായ ഇന്ന് ഗ്രാമപദം എന്ന പരിപാടിയിലെ നാടറിയാൻ നാടിനൊപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ ട്രാഫിക് ബോധവൽക്കരണം നടന്നു. ബോധവൽക്കരണ പരിപാടി ചാക്യാറിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ക്യാമ്പ് നടക്കുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ നാൽക്കവലയിൽ ചാക്യാരോടൊപ്പം കുട്ടികളും നാട്ടുകാർക്കും ഹെൽമറ്റ് ഇടാതെ പോയ യാത്രക്കാർക്കും ട്രാഫിക് ബോധവൽക്കരണം നടത്തുകയും ട്രാഫിക് നിയമങ്ങളിൽ അടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്യുകയുമുണ്ടായി. പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മുഴുവൻ NSS വോളണ്ടിയേഴ്സും അധ്യാപകരും പങ്കെടുത്തു. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. എത്ര വേഗതയിൽ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുന്നു എന്നുള്ളതല്ല, നമ്മളവിടെ എത്തിച്ചേരുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് നിർബന്ധമായി ധരിക്കുക, 4 വീൽ ഉപയോഗിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുക, നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. അത്രമാത്രമേ ചാക്യാർക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഇവിടെ നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, വളർന്നു വരുന്ന ട്രാഫിക് അപകടങ്ങൾ, വാഹനം ഓടിപ്പിക്കുമ്പോൾ, ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോകാൻ ചാക്യാർക്ക് ഇന്നിപ്പോൾ സന്തോഷം ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ, താങ്കൾ നല്ല രീതിയിൽ ഹെൽമെറ്റൊക്കെ ധരിച്ച് വളരെ സേഫ്റ്റി ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തന്നെ തുടർന്ന് പോവാം. ഇതെല്ലാം ഒന്ന് വായിക്കാം. ഇത് നമ്മളെ കൊണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജീവ് ബലിദാന ദിനം ആചരിച്ചു. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
നടുവിൽക്കര മിഡ്ലാൻഡ് അസോസിയേഷന് സ്വന്തമായി കെട്ടിടമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.